ക്ഷമിക്കണം, മസ്തകത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സിച്ചു വിട്ടയച്ച കാട്ടാന വീണ്ടും മതിരപ്പിള്ളിയിൽ. ആനയുടെ മസ്തകത്തിലുള്ള മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല എന്നാണ് സൂചന. ആന അക്രമവാസന കാണിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, ആനയ്ക്കെന്ന ആവശ്യമായ ചികിത്സ മുഴുവൻ നൽകിയതാണെന്ന് ഡോക്ടർ അരുൺ സക്കർ നേതൃത്വത്തിലുള്ള സംഘം പറഞ്ഞതാണ്. പിന്നീട് എവിടെയാണ് ഇതിനെ വിട്ടയച്ചിരുന്നത്? ഇപ്പോൾ വീണ്ടും ഇതെങ്ങനെയാണ് എത്തിയിരിക്കുന്നത്? മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീൻ, അതായത് ഈ ആനയ്ക്ക് ചികിത്സ നൽകിയ ശേഷം അതിന്റെ സ്വാഭാവികമായ ജീവിത രീതിയിലേക്ക് വനത്തിനുള്ളിലേക്ക് തന്നെയാണ് വിട്ടത്. പക്ഷെ അപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ആനയ്ക്ക് വെള്ളവും അതുപോലെ ഭക്ഷണവും ലഭിക്കുന്നതിൽ ഈ പ്ലാന്റേഷൻ മേഖല വിട്ട് ആന പോകാനുള്ള സാധ്യത കുറവാണ് എന്ന് അന്നേ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനുശേഷം ആന ഈ തുടർച്ചയായി ഇവിടെ നിൽക്കുന്നില്ല. ആന ഈ വനത്തിനുള്ളിലേക്ക് പോയി അവിടെ നിന്നും ഇടയ്ക്കാണ് എത്തുന്നത്. അപ്പൊ അത്തരത്തിൽ വീണ്ടും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട്. ആനയുടെ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല, പഴുപ്പ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആന അക്രമ സ്വഭാവത്തോടുകൂടി പെരുമാറുന്നു എന്നൊരു കാര്യം കൂടി അവിടെയുള്ള നാട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആന നിലവിൽ മനസ്സിലാക്കുന്നത് ഈ പറമ്പിക്കുളം മേഖലയിലെ ഒരു പ്രശ്നക്കാരനായ ആനയായിരുന്നു. അവിടെ മറ്റാനകളുമായ സംഘർഷത്തിൽ ഈ ആനയ്ക്ക് പരിക്കേറ്റിരുന്നു എന്നാണ് വിവരം. അപ്പോൾ അത്തരത്തിൽ ആ ആന ഇവിടെ എത്തിയിട്ടും ഈ നാട്ടുകാരോട് അത്തരത്തിൽ അക്രമ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളത്. ആനയ്ക്കൊപ്പം മറ്റൊരു കൊമ്പനായിട്ടുള്ള ഏഴാണ്ടുമുഖം ഗണപതിയെ എന്ന് വിളിക്കുന്ന കൊമ്പൻ കൂടി ഉണ്ടാകും. നിലവിൽ ഈ കാലടി പ്ലാന്റേഷനിലാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ആനയുടെ മുറിവ് അത്ര പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല, ഭേദമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഈ മുറിവൊക്കെ ഒന്ന് വാടി തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ആന്റിഡോട്ട് അടക്കം നൽകിയ ശേഷമാണ് ആനയെ വീണ്ടും വനത്തിലേക്ക് വിട്ടത്. പക്ഷെ ഇപ്പോഴും ഈ പഴുപ്പ് പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കൂടുതൽ ചികിത്സ നൽകേണ്ടി വരുമെങ്കിൽ അതിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാണെന്നും സെക്രട്ടറി പറഞ്ഞിരുന്നു. ആനയെ നിരീക്ഷിക്കും, പൂർണ്ണമായും ഭേദമായതിന് ഇതുവരെ ആന നിരീക്ഷണം ഉണ്ടാകും. ആനയ്ക്ക് വീണ്ടും ചികിത്സ നൽകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നൽകുമെന്ന് അതേ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും ആനയെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. ആന വീണ്ടും ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആനയുടെ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അഖിൽ.